വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരവും മേഖലയുടെ സമഗ്ര വികസനത്തിന് ചാലകവുമാകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തിക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകും. വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും നീളം വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ തുരങ്കപാതയുടെ പ്രവൃത്തി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി ധനസഹായത്തിൽ 2134 കോടി രൂപ ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്നത്. കൊച്ചി, ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായതും ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതുമായ ഈ തുരങ്കപാത കേരളത്തിന്റെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ തിരക്ക് ഒഴിവാകും. കോഴിക്കോട്, വയനാട് ഗതാഗതം സുഗമമാകും. യാത്രാ സമയവും കുറയും. ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, OR കേളു, പ്രിയങ്ക ഗാന്ധി MP, MLA മാരായ ലിൻഡോ ജോസഫ്, T സിദ്ദിഖ്, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കഴിഞ്ഞ 4 ദിവസമായി ഒറ്റപ്പെട്ട ഒരു തുരുത്താണ് വയനാട്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞതോടെ വഴിയടഞ്ഞുപോയി. പല വഴികൾ തേടി ഒടുക്കം മണിക്കൂറുകൾ റോഡിൽ കുരുങ്ങിക്കിടക്കുന്ന വയനാട്ടുകാർക്ക് തുരങ്കപാത കേവലം ഒരു വികസന പദ്ധതിയല്ല, വൈകാരികമായി നോക്കിക്കാണുന്ന പ്രതീക്ഷയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജും അത്യാധുനിക സ്വകാര്യ ആശുപത്രികളും തന്നെയാണ് ഇന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വയനാട്ടുകാർക്ക് ആശ്രയം. റെയിൽവേ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ഉന്നത പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും നിരന്തരം ചുരമിറങ്ങുന്നവരാണ് വയനാട്ടുകാർ. ബദൽ പാത എന്ന ഈ നാടിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പലകുറി തട്ടിത്തടഞ്ഞു വീണ പല പദ്ധതികൾക്കു മുൻപിൽ മേപ്പാടി തുരങ്കപാത ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ തുറക്കുന്നത് വികസന സ്വപ്നങ്ങളുടെ കവാടം കൂടിയാണ്. യാത്രാവശ്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം. തുരങ്കപാത വരുന്നതോടെ ഇരു ജില്ലകൾക്കുമിടയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സൗകര്യത്തോടെ യാത്ര ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. താമരശ്ശേരി ചുരത്തിനപ്പുറം മറ്റൊരു യാത്രാപാത ഒരുങ്ങുന്നതോടെ വയനാട് ഇന്ന് നേരിടുന്ന ഗതാഗത വലിയ പരിഹാരമാകും. ഗതാഗത സൗകര്യങ്ങളിലെ ഈ കുതിപ്പ് കേവലം വയനാടിനും കോഴിക്കോടിനുമിടയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനം. ചരക്കു ഗതാഗതത്തിൽ നിർണായക സ്ഥാനം വഹിക്കാൻ തുരങ്കപാതയ്ക്കാകും. വിഴിഞ്ഞം, വെള്ളാർപ്പാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി ഇത് മാറും. അനുബന്ധ പാതകൾ കൂടി വികസിച്ചാൽ ഉത്തരേന്ത്യയിലേക്കുള്ള ചരക്കു ഗതാഗതത്തിൽ ദൈർഘ്യക്കുറവുള്ള നിർണായക പാതയായി മാറാനാവും. വയനാട്ടിലെയും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലെയും കാർഷിക വിളകൾ, സുപ്രധാനമായും കാപ്പി, തേയില, വാഴ, കുരുമുളക്, ഏലം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ ചരക്കു നീക്കത്തിലും വാണിജ്യ താൽപര്യങ്ങൾക്കും പാത മുതൽക്കൂട്ടാകും. ബംഗളൂരു, മൈസൂരു, കൊച്ചി വ്യവസായ ഇടനാഴിയിലെ സുപ്രധാനമായ വഴിത്തിരിവാകും തുരങ്കപാത. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ടൂറിസം വികസനത്തിനും തുരങ്കപാത നിർണായകമാകും. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ 4 വർഷത്തിനുള്ളിൽ തുരങ്കപാത പൂർത്തിയായാൽ ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാകും. തുരങ്കപാതയുടെ ഇരുവശങ്ങളും പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിതയിൽ ആകർഷകമാണ്. ചെറുനീർച്ചാലുകളും പച്ചവിരിഞ്ഞ മലനിരകളും ഏക്കർ കണക്കിന് തേയില തോട്ടങ്ങളുമുള്ള പ്രദേശം. വയനാട്ടിലെയും കോഴിക്കോടിന്റെ മലയോരത്തെയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുടെ സാമീപ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആകർഷണമേറിയ തുരങ്കപാത എന്ന രീതിയിൽ തന്നെ സന്ദർശകരെത്തും. തുരങ്കപാത പ്രഖ്യാപനത്തിന് പിന്നാലെ വയനാട്ടിൽ ടൂറിസം രംഗത്തെ 3 രാജ്യാന്തര ഹോട്ടൽ ആൻഡ് റിസോർട്ട് ഗ്രൂപ്പുകൾ നിക്ഷേപക സാധ്യതകൾ ആരായുന്നുണ്ട്. 3000-ലധികം റിസോർട്ട്, ഹോട്ടലുകൾ സംരംഭങ്ങൾ വയനാട്ടിലുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ നിർജീവമായ ടൂറിസം മേഖലയും പ്രതീക്ഷയിലാണ്. തുരങ്കപാതയുടെ നിർമ്മാണത്തിന് തന്നെ 4 വർഷമെടുക്കും. പിന്നീട് ഒരുക്കേണ്ട അനുബന്ധ റോഡ് വികസനവും കൂടി പരിഗണിച്ചാൽ നിർമ്മാണ മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. മലയോര ഹൈവേ യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കൂടരഞ്ഞിയിൽ 50 ഏക്കറിൽ സ്വകാര്യ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. കോഴിക്കോട്ടെ ആദ്യ സ്വകാര്യ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണിത്. സമാന സംരംഭങ്ങൾക്കും സാധ്യതയുണ്ട്. വയനാട്ടിലെ തേയില വ്യവസായത്തിൽ നിർണായക സ്ഥാനമുള്ള പ്രദേശത്തിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുന്നത്. തേയിലയുടെ വിപണനത്തിനും പാത സൗകര്യമൊരുക്കും.